ഈ മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് അവരുടെ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ചെന്നായുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കഥയിൽ രണ്ട് പേരാണ് നമ്മുടെ സായും അതുപോലെ തന്നെ സിബിനും. അതിൽ മോസ്റ്റ് ഓവർ നമ്മുടെ സിബിനാണ് ഗെയിമിൽ അതേ രീതിയിൽ കൊണ്ടുപോകുന്നത്. സായി അങ്ങനെ അല്ലെന്നൊന്നും അല്ല, പക്ഷേ കൂടുതൽ അതിനു വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ സിബിൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പൂർണ്ണമായിട്ട് നമ്മുടെ ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. ജാസ്മിൻ നമ്മുടെ അഭിയോട് പറയുന്നുണ്ട് കേട്ടോ. പറയുന്നത് എങ്ങനെയാണ്, ജിൻഡോ ചെയ്യുന്ന പല തെറ്റായ കാരണങ്ങൾക്ക് പോലും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര മാസാണ്. ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങൾ മാസാണ്. തെറ്റിനെ പോലും വളച്ചൊടിച്ച് മാസ് കാണുകയാണെന്ന് ജിൻഡോയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിന് വേണ്ടി കൂട്ടുനിന്നിട്ട് പുറത്ത് ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ ജിൻഡോയ്ക്ക് മനസ്സിലാകുന്നില്ല. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം ജിൻഡോയുടെ ഗെയിം അടിപൊളി സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സായും അതുപോലെ തന്നെ സിബിനും പറയുന്നത് കേട്ടിട്ടാണ് നമ്മുടെ ജിൻഡോയുടെ ഗെയിം പോകുന്നത്, അല്ലേ? കറക്റ്റായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇന്നലെ തന്നെ നമ്മുടെ ജിൻഡോ ചെയ്ത ആ തെറ്റ് വേറെ ഏതെങ്കിലും ഒരു പവർ ടീം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു തെറ്റിനെ കുറിച്ച് പറഞ്ഞ് സമ്മതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുകയോ അല്ലെങ്കിൽ ജിൻഡോക്ക് തെറ്റിന് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചെന്താ, നേരെ തിരിച്ചാക്കിയിട്ട് ജിൻഡോ തെറ്റുകാരനല്ല എന്ന രീതിയിലാക്കിയിട്ട് അവിടെ അത് ഇല്ലതാക്കി. അപ്പോൾ അത് ജിൻഡോയ്ക്ക് പുറത്ത് നെഗറ്റീവ് വരും. ഇത് സായിക്കും നമ്മുടെ സിബിനും നന്നായിട്ട് അറിയാം. ഇവരുടെ ഗെയിം മനസ്സിലാക്കിയ എനിക്ക് തോന്നുന്നു ഒരേ ഒരാൾ നമ്മുടെ ജാസ്മിൻ തന്നെയാണ്. മറ്റുള്ളവർക്ക് അറിയാം ജാസ്മിനെയും ഗബ്രിയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതേപോലെ പണി കൊടുക്കുന്ന കാര്യം നല്ല ക്ലിയർ ആയിട്ട് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അഭിയോട് നമ്മുടെ ജാസ്മിൻ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ തന്നെ ആ ഒരു റൂമിൽ നമ്മുടെ അഭി, ജാസ്മിൻ, നോറ, അഭിഷേക്, ശ്രീകുമാർ, നമ്മുടെ നന്ദന, നമ്മുടെ ജിൻഡോ എല്ലാവരും കൂടെ ഇരിക്കുവാണ്. നോറയും ജിൻഡോയും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. ഇതിന് സപ്പോർട്ടായിട്ടുണ്ട്. നോറയ്ക്ക് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ജാസ്മിൻ വരുന്നു. ആകെ മൊത്തം അവിടെ ഒരു പ്രശ്നമായി വലിയൊരു അടിയെന്നുണ്ടെങ്കിൽ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ആ സമയത്ത് സായി വന്നിട്ട് എത്തി നോക്കിയിട്ട് അപ്പോഴേ സ്കൂട്ടായി പോകുന്നുണ്ട്. കാര്യം സ്കൂട്ടായി പോയിട്ട് പുറത്ത് പോയി പറയുന്നുണ്ട് ഞാനവിടെ നിന്നാൽ ശരിയാകത്തില്ല, പണി കിട്ടുമെന്ന്. മനസ്സിലായോ? അവർക്കറിയാം അവർക്ക് ഈ നേരിട്ടുള്ള ഗെയിമിനൊന്നും ഇറങ്ങാൻ താല്പര്യമില്ല. ഒരു കാര്യത്തിന് നേരിട്ട് ഇറങ്ങാൻ താല്പര്യമില്ല. അത് നമ്മുടെ സായിക്കും അങ്ങനെ തന്നെയാണ്, അതുപോലെ സിബിനും അങ്ങനെ തന്നെയാണ്. കാര്യം ബാക്കിൽ നിന്ന് പണി നടക്കുക. അവർ ദേഹം അനങ്ങാതെ കാര്യങ്ങൾ നടക്കുക. എന്നിട്ട് എല്ലാവരും തമ്മിൽ വെറുപ്പിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ വെറുപ്പിച്ച് അവരെല്ലാം പുറത്താക്കിയിട്ട് ലാസ്റ്റ് ഒരു ടോപ്പ് 10 ടോപ്പ് 8 ആയ ശേഷം തമ്മിൽ മത്സരിക്കാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം എന്ത് സുഖമായിട്ട് ഈസി ആയിട്ട് അങ്ങ് പോകാം. അതാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകർ മണ്ടന്മാരാകാൻ പാടില്ല. കാര്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നത്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും ഗെയിം കളിക്കുന്ന ആൾക്കാരെ അവിടെ നിർത്തണം. അതാണ് വേണ്ടത്. കാര്യം ഇപ്പോൾ ജാസ്മിൻ, ഗബ്രിയൊക്കെ നെഗറ്റീവാണ്. പക്ഷേ അവരില്ലെങ്കിൽ ഒന്നുമില്ല കാണാനായിട്ട്. എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അവരെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോയും കൂടി ഇവർ എങ്ങനെയെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാണാനുള്ളത്? ഒരു രസവുമില്ല കാണാൻ. അപ്പം നമ്മൾ ഗെയിം കളിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഗെയിം കളിക്കുന്നവരെ കൂടെ നമ്മൾ നിൽക്കണം. ഇതുപോലെ ആട്ടം തോളിട്ട് ഒരു ഗെയിം കളിക്കാതെ നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ സുഖമായിട്ട് പോകുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്തായാലും ലൈവ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് സിബിൻ്റെയും സായിയുടെയും ഗെയിം എന്താണെന്നുള്ളത് ഒരു ചെന്നായികൾ തന്നെയാണ്. രണ്ട് ചെന്നായികൾ തന്നെയാണ് ഇവർ. അതിനകത്ത് ഒരു സംശയമില്ല. ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജിൻഡോയുടെ ചോര തന്നെയാണ്. ജിൻഡോയാണ് ഇവർ കൂടെ നിർത്തി ചതിക്കുന്നത്. പിന്നെ ഗബ്രിയെ പിന്നെ എതിരാളിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗബ്രിയുടെ അല്ല, ജിൻഡോയുടെ ചോരയാണ് ഇവർ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജിൻഡോയ്ക്ക് പുറത്ത് അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സമയം ഗബ്രിക്കും ജാസ്മിൻ നെഗറ്റീവാണ്. അതുകൊണ്ട് അത്ര ഒരു പ്രേക്ഷക പിന്തുണ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ കൂടെ നിർത്തി ഇവർക്കെതിരെ ഗെയിം കളിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ജിൻഡോയെ നെഗറ്റീവ് ആക്കണം. അപ്പം 3 പേര് നെഗറ്റീവ് ആകും. ജാസ്മിനും ഗബ്രി ഓൾറെഡി നെഗറ്റീവാണ്. കൂടെ ജിൻഡോയും കൂടെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഹീറോ ആയിട്ട് നിൽക്കാം. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഒരു ഗെയിം എത്ര നാൾ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ഈ ഒരു ഗെയിമും പ്ലാനിങ് ഒക്കെ സത്യം പറഞ്ഞാൽ വീക്കെൻഡ് വരുമ്പോൾ ലാലായിട്ട് പൊടിച്ചു കൊടുക്കാൻ കണ്ടല്ലോ, അടിപൊളി ട്വിസ്റ്റിംഗ് ആവും. അപ്പോൾ നേരെ ഇവർക്കെതിരെ ഗെയിം വരും. ഈ സായിക്കും സിബിനും ഒക്കെ എതിരെ ഗെയിം വരും. അത് അവർ എങ്ങനെ പ്രതിരോധിക്കുന്നത് കാണണം. അത് മനസ്സിലായോ? ഇപ്പോൾ ഈ എല്ലാവരും ഇപ്പോൾ ജാസ്മിൻ ഗബ്രി അത് മാറിയിട്ട് സിബിൻ സായിലിട്ട് മാറുമ്പോൾ ഗെയിം വേറെ ലെവലാവും. എന്തായാലും കണ്ടു തന്നെ അറിയാം ഇവരുടെയൊക്കെ ഈ ഗെയിം പ്ലാനൊക്കെ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.